സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയോട് പറയുകയാണ്, ഫാത്തിമ, വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെയാ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ഫാത്തിമ. വഅമ്മല്ലത്തി ശദ്ദ റിജ്ലഹാ മാ യദൈഹാ ഇലാ നാസിയതിഹാ വസല്ലതത് അലൈഹൽ ഹയ്യാതു വൽ ഖാരിബ്. ഫാത്തിമ, നിനക്കറിയുമോ, ആ നരകത്തിൽ ഒരു വിഭാഗം പെൺകൊടിമാർ അവരുടെ രണ്ട് കൈകാലുകളെ അവരുടെ മൂർധാവിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ് ഫാത്തിമ. ആ പെണ്ണുങ്ങളുടെ ശരീരത്ത് മാംസങ്ങൾ മുഴുവനും അതാ പാമ്പുകളും തേളുകളും കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. അവരാരാണെന്നറിയുവോ ഫാത്തിമ? ആ പാമ്പുകളും തേളുകളും കടിച്ചു പറിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഭാഗം ആളുകൾ അവരാരാണെന്ന് അറിയുവോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫാത്തിമ, അവർക്ക് നിസ്കരിക്കാൻ അറിയാം, അവർക്ക് വുളു എടുക്കാൻ അറിയാം, അവർക്ക് നോമ്പ് പിടിക്കാൻ അറിയാം, അവർക്ക് സൽക്രമങ്ങളുടെ മുഴുവൻ പോരിശകളും അറിയാം. അവര് മുസ്ലിമായ പിതാവിന്റെ മകളാണ്, അവര് മുസ്ലിമത്തായ മാതാവിന്റെ മകളാണ്. പക്ഷേ ഇന്ന് വരെ അവർ കറക്റ്റായി നിസ്കരിച്ചിട്ടില്ല, വുളു എടുക്കില്ല. നിസ്കാരത്തിന്റെ സമയമായാൽ വുളു എടുക്കാൻ ആ പെൺകുട്ടി മുന്നോട്ട് വരാറില്ല. അവൾ നിസ്കരിക്കാൻ ഒരുക്കമല്ല, അവൾ നോമ്പെടുക്കാൻ ഒടുക്കമല്ല. പോരാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലം തഗ്തസിലു മിനൽ ജനാബാ. ആ പെണ്ണ് പാതിരാത്രിയിൽ ഭർത്താവുമായി ശാരീരിക സല്ലാപത്തിൽ ഏർപ്പെട്ടിട്ട് സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റ് കുളിച്ചു സുബഹി നിസ്കരിക്കേണ്ടതിന്റെ പകരം ആ പ്രിയപ്പെട്ട സഹോദരി ഉച്ചവരെ കുളിയെ നീട്ടിക്കൊണ്ടുപോകുന്നവളാണ്. ജനാബത്തുണ്ടായാൽ ഉടനെ കുളിച്ച് ശുദ്ധീകരിക്കാത്തവളാണ്. ശരീരത്തിന്റെ ശുദ്ധിയുടെ വിഷയം ശ്രദ്ധിക്കാത്തവളാണ്. നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കാത്തവളാണ്. അമലിന്റെ വിഷയം ശ്രദ്ധിക്കാത്തവളാണ്. ആ പെണ്ണിന്റെ കൈകാലുകൾ അവളുടെ മൂർധാവിലേക്ക് കെട്ടിയിട്ട് ആ അഗ്നികടോരമായ നരകത്തിന്റെ ഭീകരമായ അദാബ് അവളെ അല്ലാഹു രുചിപ്പിക്കുന്നതാണ് ഫാത്തിമ. സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആലോചിച്ചു, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ ആ പെണ്ണിനറിയാം, നിസ്കാരത്തിന്റെ അമലുകളൊക്കെ ആ പെണ്ണിനറിയാം, നോമ്പെടുക്കാനും സകാത്ത് കൊടുക്കാനും സ്വതക്ക ചെയ്യാനും മറ്റ് അമലുകളും ഒക്കെ ആ പെണ്ണ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിനെ കുറിച്ച് പേടിയില്ലാത്തതിന്റെ പേരിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അദാബുകളെ കുറിച്ച് ബോധമില്ലാത്തതിന്റെ പേരിൽ ആ സഹോദരിമാർ ചെയ്തു കൂട്ടുന്ന ആ സഹോദരിമാർ നിസ്കാരത്തിൽ അശ്രദ്ധവാന്മാരാവുകയാണ്, നോമ്പിന്റെ വിഷയത്തിൽ അശ്രദ്ധകളാവുകയാണ്, ഖുർആൻ ഓതാൻ അവർക്ക് സമയമില്ല. എന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും സീരിയലിന്റെ മുമ്പിലും സിനിമയുടെ മുമ്പിലും അതുപോലെ കോമഡി ഷോകളുടെ മുമ്പിലുമൊക്കെ എത്ര സമയം ചിലവഴിക്കുന്നതിനും ഈ പെൺകുടിമാർക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഒരു മതപ്രഭാഷണത്തിന്റെ സദസ്സിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനം ദുആ ചെയ്യാൻ എടുത്തപ്പോൾ ഒരു കത്ത്, ആ കത്തിന്റെ ഉള്ളിൽ കുറച്ച് പൈസയും ഉണ്ടായി. കുറച്ചധികം പൈസയുള്ളത് കൊണ്ട് എന്തോ കാര്യപ്പെട്ട വിശേഷമായിരിക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ ഈ ലെറ്റർ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ സംഗതി ഗൗരവമുള്ളത് തന്നെ. ഉസ്താദെ, ഒരു സഹോദരി കാറ് ആക്സിഡന്റിൽപ്പെട്ട് വളരെ അപകടകരമായ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. ആ സഹോദരിയുടെ രോഗശമനത്തിനു വേണ്ടി, അവള് മരിക്കാതെ രക്ഷപ്പെട്ടു കിട്ടണം, അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതുകൊണ്ട് ഈ സദസ്സിലേക്ക് ചെറിയൊരു സംഖ്യ എന്ന് പറഞ്ഞ് പൈസയും വെച്ചിട്ട് ഹദിയ നൽകി പറഞ്ഞയച്ചു. ഒരു ജീവന്റെ ഭീഷണിയാണല്ലോ, സഹോദരിയുടെ ജീവന്റെ പ്രശ്നമായതുകൊണ്ട് അവസാനം സദസ്സിന്റെ ദുആയുടെ അവസാനം നന്നായി ഞാൻ ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു.
പിറ്റേ ദിവസം സംഘാടകർ ഒരു വയസ്സായ ഉമ്മാമാനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു. ഞാൻ ചോദിച്ചു, ഏതാണ് ഉമ്മാമ? രണ്ടാമത്തെ ദിവസം ആയത് പരിപാടി നടക്കുന്നു. സംഘാടകർ പറഞ്ഞു, ഇന്നലെ ആക്സിഡന്റ് പറ്റിയ ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു ഉമ്മാമ പൈസയും ലെറ്ററും തന്നിരുന്നില്ലേ, ആ ഉമ്മാമയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഉമ്മാമയുടെ വലിയൊരു കവറുണ്ട്. എന്തോ കാര്യമായത് കൊണ്ടുവരികയാണ്. നേരം വിളിക്കാനായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് വല്ല കയറി വന്നു. നോക്കുമ്പോ എന്താന്ന് ചോദിച്ചപ്പോ ഇതൊരു തേയിലപ്പൊടിയുടെ പാക്കറ്റ്, ഏതാണ്ട് 2 കിലോ വരുന്ന നല്ല ശരിക്ക് പാക്ക് ചെയ്ത 2 കിലോയോളം വരുന്ന തേയിലപ്പൊടി നിറച്ച ഒരു പാക്കറ്റ് എന്റെ കയ്യിലേക്ക് തന്നു. ഉസ്താദേ, അൽഹംദുലില്ലാ, നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ ആശുപത്രി കിടന്ന കുട്ടി വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നോട് അത്ഭുതം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആരായിട്ട് വരും ഈ കുട്ടി? മകളോ മരുമകളോ പേരക്കുട്ടികളോ അങ്ങനെ അടുത്ത ആരെങ്കിലും ആണോ ബന്ധം ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാമ പറഞ്ഞ മറുപടി കേട്ടാല് സഹോദരിമാരെ, ഒരർത്ഥത്തിൽ രസം തോന്നുമെങ്കിലും ഇത്തരത്തിൽ ഗൗരവമുള്ളതാണ്. ആ ഉമ്മാമ പറയാണ്, പേര് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു സീരിയലില് അഭിനയിക്കുന്ന ഒരു പെണ്ണ്, അഭിനയം തന്നെയാണ്. വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോ വേറെ ഒരു വലിയ നാഷണൽ പെർമിറ്റ് ലോറിയായിട്ട് കൂട്ടിയിടിച്ച് ഈ പെണ്ണ് വളരെ അത്യാസന്ന നിലയിൽ, സീരിയലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കാട്ടുകയാണ്, വളരെ അത്യാസന്ന നിലയിൽ ഈ പെണ്ണിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന രംഗം അവിടെ വെച്ച് അന്നത്തെ സീരിയലിൽ കട്ടായി. അത്രയേ ഉള്ളൂ, ഒരു മൂർധന്യ ദിശയെ കൊണ്ടവിടെ വെച്ചു. എന്നിട്ടോ ഈ ഉമ്മാമാക്ക് അത് കണ്ടപ്പോ വല്ലാതെ, കാരണം കുറെ ദിവസമായി നിരന്തരം ഉമ്മാമ ഇത് കണ്ടുപോരുകയാണ്. ഉമ്മാമയുടെ മനസ്സിന് വല്ലാതെ അത് സ്വാധീനിച്ചു. പിറ്റേ ദിവസം ആ സമയമായപ്പോ അവള് ചത്തോ ജീവിച്ചോ അതിന്റെ ദുആ ഫലിച്ചോ എന്നറിയാൻ വേണ്ടി പിറ്റേ ദിവസം സീരിയൽ വെച്ചപ്പോ അൽഹംദുലില്ലാ ഒരു തകരാറുമില്ല, അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്റെ പെങ്ങളെ, എന്റെ സഹോദരി, എന്റെ ഉമ്മമാരെ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഉഹദിന്റെ രണാങ്കളത്തിൽ അസദുല്ലിലാഹി സയ്യിദുശ് ശുഹദാഇ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ കരള് കടിച്ചു തുപ്പിയിട്ട് നിന്റെ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണുനീര് വീണില്ലല്ലോ. ഉഹദിന്റെ പോർക്കളത്തിൽ ലോകത്തിന്റെ അഭിവന്ദനായ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുൻപല്ലിന് പൊട്ടലേറ്റിട്ട് അവിടുത്തെ പരിശുദ്ധമായ മുഖത്ത് മുറിവേറ്റിട്ട് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിയിട്ടില്ലല്ലോ, നിന്റെ മനസ്സ് വേദനിച്ചിട്ടില്ലല്ലോ, നിന്റെ ഹൃദയം പിടഞ്ഞിട്ടില്ലല്ലോ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നോമ്പുകാരനായിരിക്കെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശത്രുക്കളുടെ ചരിത്രം പറയുമ്പോ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പിളരുന്ന വേദനയുടെ മരണരംഗം നിന്റെ കൽബുകളിലേക്ക് പ്രഭാഷണങ്ങളിലൂടെ കടന്നു വന്നപ്പോ പല സദസ്സുകളിൽ നിന്നും നീ കേട്ടിട്ട് നിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വീണില്ല എങ്കിൽ ഏതോ ഒരു നടി ഏതോ ഒരു സീരിയലിൽ അഭിനയത്തിന്റെ ഇടയിൽ ആക്സിഡന്റ് പറ്റി എന്ന വാർത്ത വന്നപ്പോ കരയാനും നേർച്ചയിടാനും നിന്റെ മനസ്സനുവദിച്ചുവെങ്കിൽ നീയും നിന്റെ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ പെൺകുടിമാരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നീ അളക്കാറുണ്ടോ സഹോദരി? അളന്നു നോക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീബിയോട് അവസാനമായി പറയുന്ന, ഫാത്തിമ, തൊട്ടപ്പുറത്ത് വേറെ ഒരു വിഭാഗം പെൺകുടിമാരെ ശിക്ഷിക്കുന്നത് എന്റെ നേത്രങ്ങളെ കൊണ്ട് ഞാൻ കണ്ടു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ആ പെൺകുടിമാർ, എന്താണ് അവരുടെ അവസ്ഥ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറയുകയാണ്, വഅമ്മല്ലത്തി റഅസുഹാ കറഅസിൽ ഖിൻസീർ വബദനുഹാ കബദനിൽ ഹിമാർ. ഓ ഫാത്തിമ, ആ പെൺകുടിമാരുടെ തലയുണ്ടല്ലോ, അത് സാക്ഷാൽ പന്നിയുടെ തലയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഫാത്തിമ? അവരുടെ ഉടലുണ്ടല്ലോ ഫാത്തിമ, അത് സാക്ഷാൽ ഹിമാരിന്റെ ഉടലാണ്, കഴുതയുടെ ഉടലാണ്. പിതാവേ, അവര് ചെയ്ത തെറ്റെന്താണ്? അവര് ചെയ്ത അപാകത എന്താണ്? അവര് ചെയ്ത പാതകം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫകാനത്ത് നമാമത്തുൻ വകാദിബാ. ആ പെണ്ണുങ്ങൾ വല്ലാതെ കളവ് പറഞ്ഞു പോയി.
അവര് വല്ലാതെ ഈബത്ത് പറഞ്ഞു പോയി. പോരാ, വതബ്ഗദു സൗജിഹാ വതബ്ഗദു സൗജഹാ, അവൾ അവളുടെ ഭർത്താവിനെ ദേഷ്യം പിടിപ്പിച്ചു പോയി. ഭർത്താവിന് പൊരുത്തമില്ലാത്ത അവസ്ഥയിൽ അവൾ പുറത്തുപോയി.